ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള ചോറ് വേവിച്ചെടുത്തതാണിത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള റൈസ് എപ്പോഴും കുറച്ച് നേരത്തെ തന്നെ വേവിച്ച് അതിൻ്റെ ചൂടൊക്കെ മാറാനായിട്ട് വെക്കണം. രാവിലെയാണ് ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ രാത്രി ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അല്ലെങ്കിൽ വേവിച്ചിട്ട് അതിൻ്റെ എന്തായാലും ചൂടൊന്ന് മാറി കിട്ടണം, എന്നിട്ട് വേണം നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ. അങ്ങനെ വേവിച്ച് എടുത്ത റൈസാണിത്. അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തതാണ്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. 300 ഗ്രാം ഉണ്ട് ഇത്. ഇതിലേക്ക് വറുക്കാനായിട്ടുള്ള സാധനങ്ങൾ ചേർക്കാം. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഹാർഡായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ചിക്കൻ വെന്ത് സോഫ്റ്റ് ആകുമ്പോൾ തന്നെ ചിക്കൻ നമുക്ക് കോരിയെടുക്കണം. ഹാർഡാവുമ്പോൾ അത് ആ ഒരു ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസം വരും. ചിക്കനൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് തന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു വലിയ കടായിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്നു വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ് എല്ലാം ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വല്ലാതെ വഴന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വാടി വരുമ്പോൾ തന്നെ അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പഞ്ചസാര 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസും 3/4 ടേബിൾ സ്പൂൺ സോയാ സോസും ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കോഴിമുട്ട സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചതും ചിക്കൻ ഫ്രൈ ചെയ്തതും ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് തന്നെ മുഴുവനായിട്ട് ചേർത്തിട്ടില്ല. നമ്മളിപ്പോൾ ഇത് 2 പേർക്കുള്ള റൈസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തത്. അപ്പോൾ ചിക്കനും അത് അത്ര തന്നെ എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് റെഡിയായി. നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.